ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ചഫലത്തെക്കുറിച്ചാണ്. 2024 ജൂലൈ മാസം 7-ാം തീയതി മുതൽ 13-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച, അതായത് കൊല്ലവർഷം 1199 മിഥുനമാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെയുള്ള ആഴ്ച. ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മേടം രാശിയിൽ ചൊവ്വായും ഇടവം രാശിയിൽ വ്യാഴവും, മിഥുനത്തിൽ ആദിത്യനും കർക്കിടകത്തിൽ ശുക്രനും ബുധനും നിൽക്കുന്നു. കേതു കന്നി രാശിയിലും മീനത്തിൽ രാഹുവും കുംഭത്തിൽ ശനിയും സ്ഥിതി ചെയ്യുമ്പോൾ ചന്ദ്രൻ പൊതുവെ പക്ഷബലം കുറഞ്ഞാണ് ഈ ആഴ്ച ഉള്ളത്. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോൾ ഈ ആഴ്ച ദൈവാധീനമുള്ള ആഴ്ച. ഭാഗ്യം തുണയായിട്ട് ഉണ്ടാകും. വിജയങ്ങൾ വന്നു ചേരും. തൊഴിൽ കാര്യങ്ങൾ വിജയിക്കും. സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനും കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിൽ സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നു ചേരും. ആരോഗ്യം പൊതുവെ തൃപ്തികരവുമാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസതയുണ്ടാകുന്നതിനോ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർ വളരെ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ അക്കാര്യത്തിൽ ആവശ്യം. അതുപോലെ തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അലസതയുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും കാരണത്താൽ അവരവരുടെ ഉത്തരവാദിത്വങ്ങൾ ഇന്നെന്നുള്ളത് നാളത്തേന് മാറ്റിവെച്ചാൽ സാമ്പത്തിക നഷ്ടങ്ങളോ ബാധ്യതകളോ ഒക്കെ അതുമൂലം പിന്നീട് വന്നു ചേരുവാൻ സൂചനയുണ്ട്. ജാഗ്രതയോടുകൂടി തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് ഇടപെടേണ്ടതുമാണ്. ദാമ്പത്യ ജീവിതം ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായിരിക്കും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് ആരോഗ്യകരമായ കാര്യങ്ങളിലും ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ്റെ കാര്യത്തിലുമൊക്കെ എല്ലാ തരത്തിലും അതീവ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. ശ്രേയസ്സും യശസ്സും വന്നിച്ച് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. കുടുംബത്ത് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക, തൊഴിൽ മാന്ദ്യം അനുഭവപ്പെടുക, പല വിധത്തിലുള്ള സാമ്പത്തിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നതിനും സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസങ്ങളും അനൈക്യതകളും ഉണ്ടാകാതെ ശ്രദ്ധിക്കുകയും വേണം. കടങ്ങളൊക്കെ വീടുന്നതിനുള്ള യോഗമുള്ള ഒരു ആഴ്ചയാണ്. കർക്കിടകം രാശിക്കാരായ പുണർത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം സർവ കാര്യങ്ങൾക്കും വിജയങ്ങൾ വന്നു ചേരുക, ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുവാൻ ഉള്ള ഭാഗ്യവും ദൈവാധീനവും ഉണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. സുഹൃത്തുക്കളും സഹോദരസ്ഥാനീയരും ഒക്കെ മുഖാന്തരം ഏതെങ്കിലും തരത്തിലുള്ള മനക്ലേശം ഉണ്ടാകുന്നതിനോ അധിക ധനച്ചെലവുകൾ വന്നു ചേരുന്നതിനോ ഒക്കെ സൂചനയുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണ്ണമാണ്. തൊഴിൽപരമായ വിജയങ്ങളും അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ട്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വാക്കുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം. ശത്രുതയുണ്ടാകാതെ നോക്കണം. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യുന്ന തൊഴിൽ രംഗത്ത് അതീവ ജാഗ്രത ആവശ്യമാണ്. തൊഴിൽപരമായ വിജയങ്ങളൊക്കെ വന്നു ചേരും. എന്നിരുന്നാലും പല വിധത്തിലുമൊക്കെയുള്ള നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. പിന്നീട് അതൊരു ബാധ്യതയായി തീരാതെ
വളരെ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയവും വന്നിച്ച്. കന്നിരാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്രയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുകയോ ജീവിതത്തിൽ പല വിധത്തിലുള്ള അലോസരതകൾ ഉണ്ടാകുകയോ നഷ്ടങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്നതിന് സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും ജാഗ്രതയും അക്കാര്യത്തിലൊക്കെ ആവശ്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ നല്ല ഒരു വാരം. തൊഴിൽ പുരോഗതി വന്നിച്ച് ഈ ആഴ്ച ഈ രാശിക്കാർക്ക് ഒരു തൊഴിലിനായിട്ട് ആഗ്രഹിച്ച് ടെസ്റ്റുകളൊക്കെ എഴുതി ഇൻ്റർവ്യൂലൊക്കെ പാസ്സായി നിൽക്കുന്നവർക്ക് അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനുള്ള നല്ല ഒരു സമയമാണ്, നല്ല ഒരു ആഴ്ച. വിദേശത്ത് പോകുന്നതിനും അനുകൂലമായ സന്ദർഭം. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദവും ജ്യോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ജാഗ്രത ആവശ്യമാണ്. പ്രത്യേകിച്ച് ആരോഗ്യ കാര്യത്തിലായാലും ധനം കൊണ്ടു നടക്കുന്ന കാര്യത്തിലായാലും ഒക്കെ അതീവ ജാഗ്രത ആവശ്യമാണ്. ദേഷ്യം അധികം ഉണ്ടാകാതെ നോക്കണം. സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യ അലസത വന്ന് വിടുന്നതിനും സൂചനയുണ്ട്. ഞരമ്പ് സംബന്ധമായിട്ടുള്ളൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ വളരെ ജാഗ്രത ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണ്ണമായി. തൊഴിൽപരമായ വിജയങ്ങളും വന്നിച്ചു. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. എങ്കിലും കുടുംബത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ തൊഴിൽപരമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്നതിനോ അപ്രതീക്ഷിത ധനം ചെലവാകുക, ദുർവിനിയോഗം വന്നു ചേരുക, കടങ്ങൾ വർദ്ധിക്കുന്നതിനൊക്കെ സൂചനയുണ്ട്. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലൊക്കെ ചെയ്യുന്നവരും പണം കൈകാര്യം ചെയ്യുന്നവരും അതീവ ജാഗ്രത ആവശ്യമുള്ള ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യും. ധനുരാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഇവരെ സംബന്ധിക്കുന്നിടത്തോളം അധിക പ്രാർത്ഥനയും ആത്മീയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സന്ദർഭമാണ്. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ പല തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകുന്നതിനോ മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകുന്നതിനും കുടുംബത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനോ തൊഴിൽ മാറ്റത്തിനും ട്രാൻസ്ഫറിനും ഒക്കെ സൂചനയുണ്ട്. വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ അതീവ ജാഗ്രത ആവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയം വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അത്യാവശ്യമായിരിക്കുന്ന ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്ന ഒരു ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടുമൊക്കെ മറ്റുള്ളവരെ ആകർഷിക്കുവാനായിട്ട് സാധിക്കും. അധിക സാഹസികത പാടില്ല. സ്വന്തമായിട്ട് ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് വാക്കാകുന്നതിനും അത് സ്വന്തം പേരിലാക്കുന്നതിനുമൊക്കെ ഭാഗ്യമുള്ള ഒരു ആഴ്ച. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ല വാരം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നിച്ചേരും. കടങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതിനും കടങ്ങൾ വീടുന്നതിനുമൊക്കെ സാധിക്കും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമായ ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. തൊഴിൽപരമായ വിജയങ്ങൾ വന്നു ചേർന്ന് അപ്രതീക്ഷിത ധനാഗമന യോഗവും ഉണ്ടാകും. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ എല്ലാവിധ ദൈവാനുഗ്രഹവും ഭാഗ്യവും ഒക്കെയുള്ള ഒരു ആഴ്ചയാണ്. കടങ്ങളൊക്കെ നിയന്ത്രണ വിധേയമാകുന്നതിനും കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യത പാലിക്കുന്നതിനും ആരോഗ്യം മെച്ചപ്പെടുന്നതിനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുന്നതിനും സഹായങ്ങളൊക്കെ ലഭിക്കുന്നതിനും സൂചനയുണ്ട്. വിജയങ്ങൾ വന്നു ചേരും. പ്രവർത്തന രംഗത്ത് തൊഴിൽ വിജയം വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണ്ണമായ
കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സന്തോഷകരമായ ഒരു ആഴ്ചയാണ് ഈ നക്ഷത്രക്കാർക്ക്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരട്ടാതി 4-ാം പാദം ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. അവരെ സംബന്ധിക്കുന്നിടത്തോളം ശ്രദ്ധയും ജാഗ്രതയും എല്ലാ കാര്യത്തിലും ആവശ്യമാണ്. ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. ഞരമ്പ് സംബന്ധമായിട്ടോ ത്വക്ക് സംബന്ധമായിട്ടോ ഒക്കെയുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. സംസാരത്തിൽ ഷാർപ്പായിട്ട് സംസാരിക്കുക വഴി ശത്രുക്കൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ഏറ്റവും നല്ല സുഹൃത്തുക്കളോ മേലധികാരികളോ ഗുരുക്കന്മാരോ മാതാപിതാക്കളോ ഒക്കെ പിണങ്ങുന്നതിനോ ശത്രുത ഉണ്ടാകുന്നതിനോ സൂചനയുള്ളതിനാൽ സംസാരം വളരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരൊക്കെ ഒരു പരിധിവരെ സഹായത്തിന് ഉണ്ടാകുകയും ചെയ്യും. കുടുംബപരമായിട്ട് നല്ലതാണ്. വാഹന സംബന്ധമായിട്ട് ഉത്തമം. ദമ്പതികളായിട്ടുള്ളവർക്ക് അത്ര ഗുണകരമല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. ക്ഷമ, വിട്ടുവീഴ്ച ഒക്കെ അത്യാവശ്യമാണ്. തൊഴിൽ രംഗത്ത് വിജയങ്ങൾ വന്നു ചേരുകയും അപ്രതീക്ഷിത ധന ആഗമന യോഗവുമുണ്ട്. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള തീരുമാനമെടുക്കുന്നതിനും പേപ്പറുകളൊക്കെ ശരിയാക്കുന്നതിനുമൊക്കെ പെട്ടെന്ന് സാധിക്കുന്ന ആഴ്ചയാണ്. പ്രധാനമായിട്ട് എല്ലാ നക്ഷത്രക്കാർക്കും ശ്രേയസ് ഉണ്ടാകുന്നതിന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യ സഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുന്നതും നാഗരാജാവിന് ആയില്യപൂജയോ അല്ലെങ്കിൽ അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഐശ്വര്യപ്രദമാണ്. കണ്ടകശനിയൊക്കെ ഉള്ളവർ ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ ഗണപതി ഹോമം വഴിപാടുകളൊക്കെ ചെയ്ത് കൂടുതൽ ശ്രേയസ്കരവും സന്തോഷകരവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ടും സാധിക്കും. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ പേര് നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടാകും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു.